എന്റെ സങ്കടം ഇല്ലാതാക്കുന്നതും ഇല്ലാതാക്കാത്തതും ഒക്കെ അമ്മയുടെ ഇഷ്ടം. ആനന്ദ്, നിന്റെ സങ്കടം ഇല്ലാതാക്കേണ്ടത് അമ്മയുടെ കടമയാ. അതുകൊണ്ട് തന്നെ ഗുരുജിയുടെ വാക്കിനെയും ധിക്കരിച്ച് അമ്മ ഒരു തീരുമാനത്തിലെത്തുകയാ. കല്യാണി വീണ്ടും പഴയതുപോലെ ജോലിക്ക് വന്നോട്ടെ. അമ്മയ്ക്ക് സമ്മതം. താങ്ക്സ് അമ്മേ. അമ്മയ്ക്ക് എല്ലാത്തിലും വലുത് നിന്റെ സന്തോഷം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ. Thanks a lot. ബ്രോ, എന്ത് വൃത്തികേടാ ബ്രോ ഈ കാണിച്ച്. അവളെ എനിക്ക് ഇഷ്ടമാ, അവളെ എനിക്ക് വേണമെന്ന് പറയേണ്ട സമയത്ത് അവളെ വീണ്ടും അടുക്കളക്കാരിയായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. കഷ്ടമുണ്ട് ബ്രോ ഇത്. ബ്രോയ്ക്ക് പറയാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നല്ലോ. എന്തിനാ ബ്രോ എന്നെ തടഞ്ഞത്? അരവിന്ദ്, അമ്മ കല്യാണിയെ തൃച്ചംബരത്തേക്ക് തിരികെ കയറ്റാൻ തന്നെ ഇത്രയും ചിന്തിച്ചെങ്കിൽ കല്യാണിയെ കെട്ടിച്ചു തരണമെന്ന് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥയെന്ന് ഊഹിച്ചു നോക്കിക്കൂടെ? പിന്നെ ഒരു നിമിഷം കല്യാണി തൃച്ചംബരത്തുണ്ടാവില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബ്രോ. അല്ല, എന്താ ബ്രോയുടെ മനസ്സിലിപ്പോ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. അരവിന്ദ്, എനിക്ക് കല്യാണിയെ വേണം. ആർക്കും വിട്ടുകൊടുക്കില്ല അവളെ. അതുപോലെ അമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. അതിനുവേണ്ടി ഈ കഷ്ടപ്പാടൊക്കെ. ഞാനൊന്നും പറയുന്നില്ല. ഹലോ കല്യാണി. വല്യുഞ്ഞേ, എന്തിനാ വല്യുഞ്ഞേ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നീ കേൾക്കാൻ കൊതിച്ചൊരു കാര്യം പറയാനാ. വല്യുഞ്ഞിന്റെ മുഖത്ത് സന്തോഷം കാണുമ്പോ എന്തോ വലിയ കാര്യമാണെന്ന് തോന്നുന്നല്ലോ. അതെന്താണെന്നറിയാൻ എനിക്ക് കൊതിയാവണു. അമ്മ സമ്മതം പറഞ്ഞു കല്യാണി. എന്താ വല്യുഞ്ഞി പറയണേ? മാഡം എന്ത് സമ്മതിച്ചു എന്നാ? എന്റെ കല്യാണം വരെ നിന്നോട് തൃച്ചംബരത്തേക്ക് വരാൻ പാടില്ലെന്നല്ലേ അമ്മ പറഞ്ഞിരുന്നത്? ഇപ്പോ അമ്മ ആ തീരുമാനം മാറ്റി. പഴയതുപോലെ നാളെ മുതൽ നിനക്ക് ജോലിക്ക് വരാം. സന്തോഷായി വല്യുഞ്ഞേ. മാഡം അതിന് സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേയില്ല. എന്റെ സന്തോഷത്തിന് വേണ്ടി അമ്മ അമ്മയുടെ തീരുമാനം മാറ്റിയത് കണ്ടില്ലേ കല്യാണി? അതുപോലെ എന്റെ മനസ്സ് മനസ്സിലാക്കി അമ്മ ഈ കല്യാണത്തിനും സമ്മതിക്കും. അതെനിക്ക് ഉറപ്പാ. മാഡം വല്യകുഞ്ഞ് പറഞ്ഞതുപോലെ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനായിരിക്കും. അത് നടക്കും കല്യാണി, വിശ്വസിക്ക. എന്നാ ഞാൻ പോട്ടെ വല്യകുഞ്ഞെ. അച്ഛൻ വന്നിട്ടുണ്ട്. ഇനിയും ഇതിന്റെ പേരിലൊരു ക്രോസ് വിസ്താരം വേണ്ട. ചെല്ലേ. അമ്മേ, അഖില മേഡം എനിക്ക് വീണ്ടും തൃച്ചംബരത്ത് ജോലിക്ക് വന്നോളാൻ അനുവാദം തന്നു. അഖില മേഡം തീരുമാനം മാറ്റി എന്നെ വിളിച്ചല്ലോ. എനിക്കത് മാത്രം മതി. അമ്മയ്ക്കറിയോ, തൃച്ചംബരം വിലക്കിയപ്പോ അമ്മയുടെ ഈ മോള് ഒന്നും അല്ലാണ്ടായി പോയതുപോലെ തോന്നി. കണ്ണു കെട്ടി കാട്ടിൽ വിട്ട അവസ്ഥയായിരുന്നു. ഇപ്പഴാ എനിക്ക് സമാധാനായത്.
മാഡം എന്നെ മരുമകളായി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും തൃച്ചംബരത്ത് ജോലിക്ക് വരാൻ അനുവദിച്ചല്ലോ, അത് മാത്രം മതി എനിക്ക്. ഈ ജന്മം മുഴുവൻ തൃച്ചംബരത്ത് വല്യ കുഞ്ഞിന്റെ നിഴൽ പോലെ അഖില മാഡത്തിനെ സേവിച്ച് കഴിയാനാ മോഹം. അമ്മ എന്റെ ആഗ്രഹം നടത്തി തരണം. എന്റെ കല്യാണം വരെ നിന്നോട് തൃച്ചംബരത്തേക്ക് വരാൻ പാടില്ലെന്നല്ലേ അമ്മ പറഞ്ഞിരുന്നത്? ഇപ്പോ അമ്മ ആ തീരുമാനം മാറ്റി. പഴയതുപോലെ നാളെ മുതൽ നിനക്ക് ജോലിക്ക് വരാം. കൊള്ളാം. ഓ, അപ്പൊ മിനി ബാറൊക്കെ സെറ്റ് ചെയ്ത് അടിയും തുടങ്ങിയോ? അത് ഒറ്റയ്ക്ക്? കൊള്ളാം, പ്രോഗ്രസ് ഉണ്ട്. ഇപ്പൊ എല്ലാത്തിനും പറയാൻ ഒരു കാരണമുണ്ടല്ലോ, കൊറോണ. സുബ്ബണ്ണ, കൊറോണ വൈറസിനെ കൂടെ കൂടെ കൈ കഴുകിയും മാസ്ക് ഇട്ടിട്ടൊക്കെ നമുക്ക് അതിനകത്ത് നിർത്താം. ഇത് തൃച്ചംബരത്ത് കയറി കൂടിയ മറ്റൊരു വൈറസിനെ കുറിച്ച് അറിയാനാ. ദേ, വീട്ടിൽ വെച്ചുള്ള ഈ മദ്യപാനൊന്നും അത്ര നല്ലതല്ല. അഖിലാന്റെ അറിയാലോ. എന്റെ സുബ്ബണ്ണ, ഇത് ഗംഗയുടെ അച്ഛനുള്ള ഒരു കെണിയാ. രഹസ്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങാനുള്ള ഒരു വഴി. പോളി, ഞാൻ തെറ്റിദ്ധരിച്ചു, സോറി. എന്തിനാ സുബ്ബണ്ണ നമ്മൾ തമ്മിൽ സോറിയൊക്കെ? അല്ല, ഗംഗയുടെ അച്ഛനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരും? അതിനൊരു വഴിയുണ്ട്. സുബ്ബണ്ണനൊരു കുഞ്ഞ് ജനിച്ചെന്ന് പറയും. എനിക്ക് കുഞ്ഞ് ജനിച്ചെന്നോ? അരവിന്ദൻ, ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ലല്ലോ. അതിനൊന്നൊരു കാര്യമില്ല. അയാളത് വിശ്വസിക്കണ്ടേ? എന്റെ സുബ്ബണ്ണ, പറയാൻ ഒരു കാര്യം വേണം, അത്രേ ഉള്ളൂ. മദ്യെന്ന് കേട്ടാ മതി, അയാൾ ഇങ്ങോട്ട് പറന്നങ്ങോട്ട് വരും. മുഖലക്ഷണം അങ്ങനെയാ, അയാളെ കണ്ടറിയാം നല്ല അടിയൊന്ന്. ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം. ഇവിടെ പൊളി സാധനം. സുബ്ബണ്ണ, താങ്കള് എനിക്ക് ഓ, കൊറോണ ഷെയ്ക്കാൻഡ് വേണ്ട. അങ്കിളെ, ഇത് സുബ്ബണ്ണൻ. മുഴുവൻ പേര് സുബ്രഹ്മണ്യൻ പോറ്റി. അറിയാം. ആ, ജനിച്ച കുട്ടിയാണോ പെണ്ണോ? പെണ്ണ്. ഓ, ഗുഡ്. മൂത്ത കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. മാളവിക. സന്തോഷം. ഇങ്ങോട്ട് ഇരിക്കി. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. പ്ലീസ് അങ്കിളിന് വേണ്ടി ഈ അറേഞ്ച്മെന്റ് ഒക്കെ. എന്റെ സന്തോഷത്തിന് ഒരു പെഗ്. അങ്കിൾ എന്താ ആലോചിക്കുന്നേ? ഒരച്ഛൻ്റെ ആഗ്രഹമല്ല അങ്കിളെ. പ്ലീസ് ഒരു പെഗ് അടിക്കേ. അതോ ഇനി അങ്കിൾ ഇനി കഴിക്കാത്ത ആളാണോ? പറ, അങ്കിളിന് ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ചാ കഴിച്ചോ. ബ്രാൻഡ് എനിക്കൊരു പ്രശ്നമേ അല്ല. ഓ, സൈഡ് ഡിഷ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് കാണുന്നില്ലല്ലോ. സൈഡ് ഡിഷ് അരവിന്ദന്റെ കയ്യിലുണ്ട്. അച്ചാറല്ലേ? എന്തേലുണ്ട്. അച്ചാറല്ലേ? എന്തേലുണ്ട്. കണ്ടോ, ഇതെഞ്ചിൻ വേറെ പഴയ കൽക്കരി എഞ്ചിന്.
കല്യാണി ഇപ്പോ ഈ നിമിഷം ഇവിടെ എത്തണം. അവളിപ്പോ ഇവിടെ എത്തുകയാണെങ്കിൽ എനിക്ക് കല്യാണിയോടുള്ളത് വെറും സൗഹൃദമല്ല, പ്രണയമാണെന്ന് ഞാൻ സമ്മതിക്കും. വല്യുഞ്ഞേ, ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും വല്യുഞ്ഞ് എന്നെ ഒഴിവാക്കി മാറ്റി നിർത്തരുത്. എനിക്ക് താങ്ങാനാവാത്തത് അത് മാത്രമാണ്. എന്നും കല്യാണിക്ക് കരുതലും തണലുമായ ഈ ആളില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നല്. അങ്കിളുടെ ഫേവറേറ്റ് സൈഡ് ഡിഷ് അല്ലേ? അങ്കിൾ ഇത്ര കമ്പനിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. യു ആർ സോ ചീറ്റ്. നിങ്ങളെന്റെ ചക്കരകളല്ലടാ മക്കളെ, എനിക്ക് പറക്കാതെ പോയ എന്റെ മക്കള്. അങ്കിളെ, ഗംഗ അങ്കിളിന്റെ ഒരേ ഒരു മോളാണല്ലേ? എന്റെ മോളുടെ പേര് മധുമതി. അങ്കിളെ, ഗംഗ അങ്കിളിന്റെ ഒരേ ഒരു മോളാണല്ലേ? എന്റെ മോളുടെ പേര് മധുമതി. അല്ല, അങ്കിളിന്റെ മോളുടെ പേര് മധുമതിയോ? അതെ, നിങ്ങൾക്കറിയോ അവളെ? മധുമതിയാണ് മോളെങ്കിൽ ഗംഗ അങ്കിളിന്റെ ആരാ? ആരും അല്ലേ? ഗംഗയും എന്റെ മോള് തന്നെ. ആദ്യം മോളുടെ പേര് മധുമതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗംഗയോ? ഗംഗയെ എളുപ്പത്തിന് വിളിക്കുന്നതാ മധുമതി എന്ന്. ഓ, ചുരുക്കി വിളിക്കുന്നതാണോ മധുമതിന്ന്? അത് കൊള്ളാം. കളക്കി കളക്കി കളക്കി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്റെ മോന്റെ പേര് പുഷ്പൻ എന്നാ. അവനെ ഞങ്ങൾ ചുരുക്കി വിളിക്കുന്നത് പുഷ്പാങ്കതൻ എന്നാ. അത് കളക്കി, അത് കളക്കി. അങ്കിളിന് ഒരു മോനും ഉണ്ടോ? എനിക്കൊരു മോനും ഉണ്ട്, പുഷ്പൻ. അല്ല, അങ്കിളിന്റെ മോനിപ്പോ എവിടെയാ? അവനങ്ങ് മുംബൈയിലാ. മുംബൈയിലെ ബലാപൂരിൽ. മതി, ഞാൻ നിർത്തുക. ഇനി ആരും അറിയില്ല മദ്യപിച്ചെന്ന്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നോ സ്മെൽ. അപാരം. ആദ്യം അങ്കിൾ ഇവിടെ ഇരുന്ന് കുറച്ചേരം മയങ്ങ്, എന്നിട്ട് അകത്തോട്ട് പോവാം. ഗുഡ് നൈറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ചൂടോടെ അതങ്ങ് ബ്രോയാൻ അറിയിക്കാം. അതിനു മുമ്പ് രണ്ടെണ്ണം തടിക്കാം. വാ. വാർത്ത ചൂടോടെ ബ്രോയ അറിയിക്കാം. വാ.